ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിവസം കൂടി സഭയായി കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ആദിമ സഭ ദൈവസന്നിധിയിൽ ചെയ്തതുപോലെ ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അപ്പം നുറുക്കി കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനുമൊക്കെ നമ്മെ സഹായിച്ചു. അതോർത്ത് സ്തോത്രം. ദൈവവചനത്തിൻ്റെ പഠനം എത്രത്തോളം വലുതായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ദൈവവചനം പഠിക്കുവാനായിട്ട് ധാരാളം അവസരങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധ്യതകളും നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ദൈവവചനം നാം അങ്ങനെ കേട്ട് അത് ഈ വചനകേൾവിയും നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി പോയോ എന്ന് പലപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ ആദ്യ ദിവസങ്ങളെ അല്ലെങ്കിൽ ആദ്യ വർഷങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ നമ്മൾ കയ്യിൽ പിടിക്കുന്നത് പോലെ കയ്യിൽ പിടിക്കുവാനായിട്ട് ഒരു ബൈബിൾ ആർക്കും ഉണ്ടായിരുന്നില്ല. പഴയ നിയമ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അത് വ്യക്തികളുടെ കൈകളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സിനഗോഗുകളിൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടായിരിക്കും. താല്പര്യവും ആവശ്യവുമുള്ള ആളുകൾ അവർ ആ സിനഗോഗിൽ പോയി ഇരുന്ന് അതെടുത്ത് വായിക്കും, തിരിച്ചവിടെ വയ്ക്കും, പോരും. പുതിയ നിയമം അവർക്ക് ഉണ്ടായിരുന്നതുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം ഏകദേശം AD 55-56 ആണ് എഴുതപ്പെട്ടത്. എന്നാൽ റോമിലെ സഭ എന്ന് പറയുന്നത് AD 29 അല്ലെങ്കിൽ 30 ഉണ്ടായ സഭയാണ്. AD 30 മുതൽ 30 റോമയിലെ സഭ ആരംഭിച്ചതെന്ന് കൂട്ടുക. AD 30 മുതൽ AD 55 വരെ 25 വർഷം റോമയിലെ സഭയ്ക്ക് ഈ ലേഖനം പോലും ഉണ്ടായിരുന്നില്ല. കൊരിന്തിലെ സഭ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതാണ്. അതും AD 32-33 വർഷങ്ങളിലാവാനാണ് സാധ്യത. AD 65 കൊരിന്ത്യർക്ക് 64-65 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത് എന്ന് നമുക്കറിയാം. ഈ 25-30 വർഷം അവർക്ക് വായിക്കാനായിട്ട് വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഏകദേശം 10, 14, 15 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആദ്യമായിട്ട് ബൈബിളിൻ്റെ ഒരു തർജ്ജമ ഇംഗ്ലീഷിൽ, എനിക്ക് തോന്നുന്നു വില്യം ടിൻഡേലോ അങ്ങനെ ഏതൊരു വ്യക്തിയാണ് ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് ബൈബിൾ തർജ്ജമ ചെയ്തത്. നമ്മുടെ മലയാളം ബൈബിൾ നമുക്ക് ലഭ്യമായിട്ട് ഏകദേശം 100 വർഷത്തിന് ചുറ്റുപാടേ ആയിട്ടുള്ളൂ. ഇന്ന് എല്ലാ വീടുകളിലും വിവിധ ഭാഷകളിലുള്ള ഒന്നിലധികം ബൈബിൾ ഭാഷാന്തരങ്ങൾ ഉണ്ട്. ഓരോരുത്തർക്കും ഒന്നിലധികം ബൈബിളുണ്ട്. എല്ലാവരുടെയും പോക്കറ്റിലുള്ള മൊബൈലിൽ ബൈബിളും ബൈബിൾ പഠന സഹായികളും ഒക്കെയുണ്ട്. പക്ഷെ ഒന്നു മാത്രം നമ്മളിലില്ല: ഈ വചനത്തോടുള്ള അനുസരണം. അത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അനുസരണക്കേടുള്ള ആളുകളും അന്നുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എങ്കിലും കുറേയേറെ ആളുകൾ ദൈവവചനത്തോടുള്ള അനുസരണം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യന് ഗുണമല്ല, മറിച്ച് ദോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് അറിവ് വർദ്ധിച്ചു. ആളുകൾക്കൊക്കെ ധാരാളം അറിയാം.
റോമർക്ക് എഴുതിയ ലേഖനത്തിലെ എത്രയോ വാക്യങ്ങൾ നമുക്ക് പലർക്കും കാണാപ്പാഠം തന്നെ അറിയാം. ചില അധ്യായങ്ങൾ പോലും കാണാപ്പാഠം പഠിച്ചതായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ റോമയിലെ സഭയ്ക്ക് അത് അവരുടെ ആദ്യത്തെ 25 വർഷത്തിലുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ലോക ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തീയ ലോകം എന്ന് പറയുന്നത് വളരെ അപകടകരമായ, ദൈവത്തിൽ നിന്നൊക്കെയും വിട്ട് മാറി പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. നമുക്ക് ദൈവവചന പഠനം എല്ലാ ദിവസവും തന്നെ ഉണ്ട്. അതുകൂടാതെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, വചനം കേൾക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നത്തെ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് യൂട്യൂബ് വഴിയും ഒക്കെ നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി നാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കേൾവിയാണോ, കേൾവിയുടെ അതിപ്രസരമാണോ ഈ വചനപരിചയം എന്ന് പറയുന്നത് നമുക്ക് ധാരാളമുണ്ട്. ഒരു വാക്യം ഒന്ന് ആരംഭിച്ച് കിട്ടിയാൽ അനേക തവണ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കിയതും അതുപോലെ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ നമുക്ക് ഏതെങ്കിലും ഒരു വാക്യം തുടങ്ങിയാൽ അതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനും നമുക്കറിയാം. ശരിയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വചനത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്ന ആളുകളെ നമ്മൾ വളരെ ശ്രേഷ്ഠന്മാരായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ പ്രസംഗ പാഠവും വചനപരിജ്ഞാനവും ഒക്കെയുള്ള ആളുകൾ ബഹുമാനിക്കപ്പെടുന്നു, അവരാദരിക്കപ്പെടുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കാര്യമായിട്ടുള്ള പരിവർത്തനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ക്രിസ്തീയ ലോകം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലുമൊക്കെ എന്നെ വളരെയേറെ ഭാരപ്പെടുത്തുന്നതായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, അങ്ങനെ ഈ ദൈവവചനം ആരിലും തന്നെ കാര്യമായ ഫലമുളവാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വഞ്ചനയുടെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് കർത്താവും അപ്പസ്തോലന്മാരും പറഞ്ഞപ്പോൾ, വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അനേകർ എൻ്റെ പേര് എടുത്ത് വന്ന് അനേകരെ തെറ്റിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് ലോകത്ത് സംഭവിക്കുമെന്ന് കർത്താവും അപ്പസ്തോലന്മാരും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വിശ്വാസ ത്യാഗമാണ്. വിശ്വസിച്ചവർ പോലും ആ വിശ്വാസത്തെ ത്യജിച്ച് പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതിൻ്റെ അന്ത്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് തൻ്റെ സഭയെ, മണവാട്ടിയെ ചേർക്കുവാനായിട്ട് വരുന്നത്. കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന എത്ര പേർ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് സദൃശ്യരായി തീരുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മരിച്ചവർ അനേകർ, 1-ാം നൂറ്റാണ്ട് മുതൽ മരിച്ചവർ അനേകർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന എത്ര പേർ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യം ഉയർത്തിയത് കർത്താവ് തന്നെയാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് അംഗീകരിക്കുന്നതായിട്ടുള്ള വചനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഉടമകൾ മാത്രമാണ് അന്ന് രൂപാന്തരപ്പെടാനായിട്ട് ഈ ലോകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. നാം ശ്രദ്ധിച്ചാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അബദ്ധമെന്ന് പറയുന്നത്, നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും എന്നാൽ ഈ കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് എന്നാണാവോ വരുന്നത്, എന്ന് എൻ്റെ പ്രിയൻ വന്ന് എന്നെ ചേർക്കും എന്നുള്ള ആ ആഗ്രഹത്തോടും വാഞ്ചയോടും പ്രതീക്ഷയോടും കൂടെ ജീവിക്കുന്ന ആളുകൾ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് എന്നുള്ളതാണ് ശരി. കർത്താവ് വാനമേഘങ്ങളിൽ വരുന്നത് ആരെ ചേർക്കാനാണെന്നറിയാമോ? തൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ആരൊക്കെ വളരെ ആകാംക്ഷയോടെ ഞരക്കത്തോടെ കാത്തിരിക്കുന്നുവോ അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ സ്വീകരിച്ച് വിശ്വാസത്തിൽ നിലനിന്ന് അങ്ങനെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്
കാത്തിരിക്കുന്നത്. അവർക്ക് മാത്രമാണ് വാഗ്ദത്തമുള്ളത്. ഇന്ന് ലോകത്ത് ധാരാളം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. കർത്താവ് തർക്കങ്ങളും വാദങ്ങളും ഒക്കെയുണ്ട്. മഹാപീഡന കാലത്തിന് മുമ്പ് വരുമോ, അതിൻ്റെ മധ്യമേ വരുമോ, അതെയോ അതിൻ്റെ അവസാനത്തിലാണോ വരിക? ഇങ്ങനത്തെയുള്ള തർക്കങ്ങളും പഠനങ്ങളും വാദഗതികളും ഒക്കെ ലോകത്ത് നടക്കുമ്പോഴും ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ ലോകത്തിൽ, ഇന്നത്തെ വിശ്വാസ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, ലോകത്തിൽ ധാരാളം പ്ലാനും പദ്ധതികളുമുണ്ട്. അടുത്ത ദിവസങ്ങളിലേക്ക്, ആഴ്ചകളിലേക്ക്, മാസങ്ങളിലേക്ക്, വർഷങ്ങളിലേക്ക്, ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പോലുമുള്ള പ്ലാനുകളും പദ്ധതികളുമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മെ തന്നെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഒരു വ്യർത്ഥ വാക്ക് മാത്രമാണ്. ശരി, ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഇതെല്ലാ കാലവും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് അത് വളരെ ഏറെയായിരിക്കും എന്ന് മാത്രമാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-3 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് അല്പകാര്യങ്ങൾ ഈ ചിന്തിച്ച വിഷയങ്ങളോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലുമായിട്ട് മനുഷ്യരെ 3 ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നാം പരിശോധിച്ചാൽ ലോകത്തിലുള്ള മനുഷ്യരെ പൗലോസ് അപ്പോസ്തലൻ 3 ഗണങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒരു ഗണം എന്ന് പറയുന്നത് ആത്മീകർ എന്നുള്ള ഒരു ഗണമാണ്. രണ്ടാമത്തേത് ജഡികർ എന്നുള്ളതായ ഒരു ഗണമാണ്. മൂന്നാമത് പ്രാകൃതർ എന്നുള്ള ഒരു ഗണമാണ്. പ്രാകൃതർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ ഭാഷയുടെ അവസ്ഥയിൽ നമുക്ക് ഒരു തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരർത്ഥമാണ് വരുന്നത്. പ്രാകൃതർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, പ്രാകൃത മനുഷ്യരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ യാതൊരു സംസ്കാരവുമില്ലാതെ കാടുകളിലും വനങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ മലയാള ഭാഷയിൽ പ്രാകൃതർ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ പ്രാകൃതർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്ക് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചല്ല. ഇംഗ്ലീഷിലാണെങ്കിൽ നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ, ഒരു സ്വാഭാവിക മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ വാക്ക് ഇന്നത്തെ മലയാളത്തിലെ ഭാഷയോട് ചേർന്ന്, നമുക്കറിയാം ഭാഷയൊക്കെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ഭാഷയിലെ ഉപയോഗത്തിനും അതിൻ്റെ അർത്ഥത്തിനുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഭാഷയ്ക്കൊരു പരിണാമമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ ഇന്നെന്ന അർത്ഥമാക്കുന്ന രീതിയിൽ അതിനെ ചിന്തിച്ചാൽ ഒരു സ്വാഭാവിക മനുഷ്യൻ എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. മറ്റ് തർജ്ജമകളിലൊക്കെ അതിനോട് ചേരുന്ന വിധത്തിലാണ്. അപ്പോൾ സ്വാഭാവിക മനുഷ്യൻ, അപ്പോൾ ഒരു സ്വാഭാവിക മനുഷ്യർ ഉണ്ട്, അതുപോലെ തന്നെ ആത്മീക മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ ജഡികരായിട്ടുള്ള മനുഷ്യരുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ലോകത്തിനൊരു ആത്മാവുണ്ട്, ലോകത്തിനൊരു ആത്മാവുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വേറൊരു ആത്മാവ്, വേറൊരു ക്രിസ്തു, വേറൊരു സുവിശേഷം. ദൈവം നൽകിയതായിട്ടുള്ള, ഭൂമിയിൽ വെളിപ്പെട്ടതായിട്ടുള്ള, ജലധാരണം ചെയ്തതായിട്ടുള്ള ഒരു ക്രിസ്തുവുണ്ട്. ലോകത്തിലേക്ക് പിതാവ് അയച്ചതായിട്ടുള്ളൊരു ആത്മാവുണ്ട്. ലോകത്തിലേക്ക് ദൈവം നൽകിയതായിട്ടുള്ളൊരു സുവിശേഷമുണ്ട്. എന്നാൽ ഇതിന് ബദലായിട്ട് സുവിശേഷവും ആത്മാവും ക്രിസ്തുവും ഒക്കെ ലോകത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അത് ഏറെയുണ്ട്. നമ്മൾ തിമോഥെയോസിന് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഭീരുത്വത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനത്തിലാണെങ്കിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ വിവിധ തരം ആത്മാക്കളുണ്ട്. ഭീരുത്വത്തിൻ്റെയും അശുദ്ധിയുടെയും അതുപോലെ തന്നെ അനുസരണക്കേടിൻ്റെയും ഒക്കെ ആത്മാക്കൾ
ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ ഈ ആത്മാവിന് അധിപതിയായ ഒരു വ്യക്തി, അതായത് പിശാചിൻ്റെ ആത്മാവിനെ അല്ല. പിന്നെ ഓരോരോരോ പാപത്തിനും കണക്കാക്കി അതിൻ്റെ ആത്മാവ് എന്ന് ബൈബിളിൽ അങ്ങനെ ധാരാളം ആത്മാക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെ ആത്മാവിനെയോ അതില്ലെങ്കിൽ അതിൻ്റെ ആത്മാവിന് കീഴിലുള്ളതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആത്മാവിനോ അല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള സുവിശേഷം അത് അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ഒരാത്മാവ് ആവശ്യമാണ് എന്ന് നമുക്കവിടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ദൈവം നൽകിയതായിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ ദൈവം ഒരുക്കിയതായിട്ടുള്ള സുവിശേഷം അത് മനസ്സിലാക്കുവാനായിട്ട് ലോകത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് സാധിക്കുകയില്ല. ലോകത്തിൻ്റെ ആത്മാവ് നമ്മെ ആ വഴിയിലേക്ക് നടത്തുകയില്ല. ആ വഴിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയോ വഴി തെറ്റിച്ചു വിടുകയോ കലക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആത്മാവാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ ദൈവം നമുക്ക് നൽകിയത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അത് ദൈവം നൽകിയതായിട്ടുള്ള ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാം. തുടർന്ന് നാം വായിക്കുമ്പോൾ അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോൾ മനുഷ്യജ്ഞാനം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഈ കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഗ്രീക്ക് യവന സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ, ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന, അത് ലോകമെങ്ങും പഠിപ്പിക്കുന്നതായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പോലെയുള്ള അനേക തത്വചിന്തകന്മാരുടെ ദേശമാണ്. എന്നാൽ അങ്ങനെ ലോകത്തിൻ്റെ ഒരു ജ്ഞാനം അത് ഉപദേശിക്കുന്ന ഒരു രീതിയിലല്ല. അത് ഉപദേശിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ മനുഷ്യന് നന്മയായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ അല്ല, അങ്ങനെയുള്ള വചനങ്ങളല്ല, മറിച്ച് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? ആത്മാവ് ഉപദേശിക്കുന്ന വചനം, 2 ആത്മീകന്മാർ, 3 ആത്മീകമായത്. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാവ് ഉപദേശിക്കുന്ന വചനം, ആത്മീകന്മാർ, ആത്മീകം. നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനം എന്നുള്ള നിലയിൽ ലോകത്തിൽ വളരെ പൈശാചികമായിട്ടുള്ള ഉപദേശങ്ങളാണ് നിലനിൽക്കുന്നതും പ്രസരിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ പ്രചരിക്കപ്പെടുന്നതും. ദൈവവചനത്തോട് 1% പോലും നീതി പുലർത്താത്ത വചനങ്ങളാണ് ഇന്ന് ലോകത്ത്, ക്രിസ്തീയ ലോകത്ത് വളരെ പേരുകേട്ടതായിട്ടുള്ള ആത്മീയന്മാരെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മളുടെ വചന പഠനം കൊണ്ട് നിങ്ങൾക്ക് അനേകർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് പ്രയോജനകരമാകുന്നത്. നമുക്കറിയാം, ഏത് വിഷയത്തെ സംബന്ധിച്ചും നമ്മുടെ ബുദ്ധിയിൽ പഠിച്ച് ഒരല്പം പ്രസംഗിക്കാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ ഏതെല്ലാം വിഷയങ്ങളുണ്ട്, ശാസ്ത്രവുമൊക്കെ പുരോഗമിച്ചതിനനുസരിച്ച് ലോകത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് ഉണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് ഓരോ വിഷയത്തെ സംബന്ധിച്ചും പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ വളരെ ആളുകളെ പിടിച്ചിരുത്തുന്ന നിലയിലുള്ളതായ പ്രസംഗങ്ങളൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബൈബിൾ ഇന്ന് മനുഷ്യൻ്റെ ആത്മാവ് ഉപദേശിക്കുന്ന തലത്തിൽ നിന്നും അത് ബൈബിൾ കോളേജുകൾ പഠിപ്പിക്കുന്ന തലത്തിലേക്കും അതുപോലെ തന്നെ ദൈവാത്മാവ് ഉപദേശിക്കുന്ന തലത്തിൽ നിന്നും മാനുഷിക ജ്ഞാനത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള
ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അങ്ങനെ ആലോചിക്കുകയും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചിലരൊക്കെ പറഞ്ഞത്, എന്നാൽ സുജോസഫിനൊരു കാര്യം ചെയ്യ്, പോയി ബൈബിൾ കോളേജിൽ പോയി ചില വർഷങ്ങൾ പഠിച്ച് ഒരു ഡിഗ്രിയൊക്കെ സമ്പാദിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ്. അവിടെയും ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് ആദ്യം വന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിറോഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ആദിവാസികളുടെ ഇടയ്ക്കിൽ പോയി അവരോട് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ഏതെങ്കിലും ഇന്ത്യയിലോ വിദേശത്തോ പട്ടണങ്ങളിലുള്ള ബൈബിൾ കോളേജിൽ പോയി വലിയ ഗഹനമായിട്ടുള്ള പഠനത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല സഹോദര എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ശ്രമത്തിൽ നിന്നും മാറുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്ന് ആത്മാവ് ഉപദേശിക്കുന്ന വചനം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മനുഷ്യർ ഉപദേശിക്കുന്ന വചനം, അതല്ലെങ്കിൽ സെമിനാരികൾ ഉപദേശിക്കുന്ന വചനം എന്നുള്ള നിലയിലേക്ക് അത് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ പരിവേഷമോ ശക്തിയോ ഇല്ലാത്തതായിട്ടുള്ള വചനം ആണിന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത്. അത് കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കാനായിട്ട് പലപ്പോഴും സാധ്യമാകുന്നില്ല. കാരണം അത് ആത്മീകന്മാർക്ക് മാത്രമേ ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാവ് ഉപദേശിക്കുന്ന വചനത്തെയും മനുഷ്യൻ്റെ വചനമായിട്ട് വരുന്ന വചനത്തെയും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ നിന്ന് വരുന്നതായിട്ടുള്ള, ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നതൊക്കെ വെറും തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാലും അത് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷമാണെന്ന് സമൂഹത്തിൽ ഉളവാക്കിയിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒരു ഗുണവും കിട്ടുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ യഥോചിതം അതിനെ ചിന്തിക്കുകയും അവിടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള തെറ്റുകളൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കുറച്ച് സമയം കുറച്ച് കാലം അതിനുവേണ്ടി തന്നെ ചെലവഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ആ സെമിനാരിയുടെ ഉപദേശത്തിൻ്റെ ഒരു സന്തതിയായിട്ട് പുറത്തു വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നഷ്ടവും കഷ്ടവും മാത്രമേ ഉളവാക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ആത്മീയമായത്, ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനം അത് വെളിപ്പെടണമെങ്കിൽ അത് ആർക്കേ വെളിപ്പെടുകയുള്ളൂ? നമ്മളെവിടെയാണ് വായിക്കുന്നേ? ആത്മീകന്മാർക്ക് മാത്രമേ വെളിപ്പെടുകയുള്ളൂ. കാരണം ഇത് ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇത് മനുഷ്യൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ളതായിട്ടുള്ള ഒരു ഇടപാടല്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അത് ആത്മാവും തമ്മിലുള്ള ഇടപാടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വെളിപ്പെടുത്തി തരുന്ന ആത്മീയമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ആത്മീകന് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള വചനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പര്യാപ്തമായിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ തരുന്നതും ആത്മീകമായിരിക്കണം. ആത്മാവിൻ്റെ വചനം, ആത്മാവിനാൽ ഉപദേശിക്കുന്ന വചനം മാത്രമേ അത് ആത്മീകമാകുന്നുള്ളൂ. ആത്മീകമല്ലെങ്കിൽ പിന്നെ എന്തോ അതിനെ നമുക്ക് പറയാനായിട്ട് കഴിയുക? പൈശാചികം എന്നേ പറയാനായിട്ട് കഴിയുള്ളൂ, അല്ലേ? ആത്മീകം എന്നുള്ളതിൻ്റെ ലൗകികമെന്നോ അല്ലെങ്കിൽ പൈശാചികമെന്നോ അതിന് എതിർപ്പദം നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ആത്മാവ് ഉപദേശിക്കാത്തതായിട്ടുള്ള എല്ലാ വചനവും അത് ലൗകികമോ അല്ല എങ്കിൽ അത് പൈശാചികമോ ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് യാതൊരു ഉപയോഗവും ചെയ്യുന്നില്ല. അതുമാത്രവുമല്ല, അത് ആത്മീകന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. ആത്മാവില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമല്ല. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രാകൃത മനുഷ്യൻ, ഈ പ്രാകൃത മനുഷ്യൻ എന്നുള്ളത് ഒരു സ്വാഭാവിക മനുഷ്യൻ എന്ന് നമ്മൾ തിരുത്തി വായിക്കുന്നത് പ്രയോജനകരമാണ്. എന്നാൽ സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ആത്മീയമായത് ആത്മീയന് ആത്മാവിനാൽ ഉപദേശിക്കുന്ന വചനത്താൽ വെളിപ്പെടുമ്പോൾ ഈ ദൈവാത്മാവിൻ്റെ ഉപദേശം, അതായത് ആത്മീകമായത് സ്വാഭാവിക മനുഷ്യന് കൈക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, കൈക്കൊള്ളുന്നില്ല.
നമുക്കറിയാം, ഇന്ന് ഈ പൈശാചികമായ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള സുവിശേഷം കേൾക്കാനായിട്ട്, അതിനെ സുവിശേഷം എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ ഒന്നിച്ചു കൂടും. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ പ്രസംഗിക്കുകയോ ജഡിക സുഖങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നിടത്ത് ധാരാളം ആളുകൾ ചെന്നു ചേരും. എന്നാൽ മാനസാന്തരത്തെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് ആളുകൾക്ക് പോകാനായിട്ട് വലിയ മടിയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഒരു രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരസ്യമൊക്കെ ചെയ്ത് നമ്മളൊരു തീയതിയൊക്കെ നിശ്ചയിച്ചാൽ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇവിടെ വന്നുകൂടും. എന്നാൽ ഒരു ആത്മശാന്തി ശുശ്രൂഷ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അത് വേണ്ട. കാരണം ഈ സ്വാഭാവിക മനുഷ്യന് ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. അത് അവരെ കൊണ്ടത് അസാധ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഇതവന് ഗ്രഹിക്കാനേ കഴിയില്ല, അതവന് ഭോഷത്വമാണ്, അതവൻ കൈക്കൊള്ളുന്നില്ല. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു സ്വാഭാവിക മനുഷ്യന് ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള, ആത്മാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള വചനം അത് കൈക്കൊള്ളാനായിട്ട് അവന് കഴിയുന്നില്ല, അതവന് ഭോഷത്വമാണ് എന്ന് മാത്രവുമല്ല, അത് ഗ്രഹിക്കുവാൻ പോലും അവനെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം എന്താണ്? അത് ആത്മീകമായി വിവേചിക്കേണ്ടതായിട്ടുള്ള വചനമാണ്. ആത്മീകമായിട്ട് വിവേചനം ആവശ്യമായിട്ടുള്ള വചനത്തെ ആത്മീകന്മാർക്ക് മാത്രം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം ഒരു സ്വാഭാവിക മനുഷ്യന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമില്ല, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്വാഭാവിക മനുഷ്യനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്വാഭാവിക മനുഷ്യൻ അവൻ ദൈവത്തിൽ വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, പാപമോചനം പ്രാപിച്ച് ദൈവവൈതലായി തീർന്ന് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ആളല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സ്വാഭാവിക മനുഷ്യൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യനെന്ന് അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാകൃത അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഭോഷത്വമാണ്, അല്ലേ? അത് ഭോഷത്വമാണ്, അതവന് ഗ്രഹിക്കാനേ കഴിയുന്നില്ല, അതുകൊണ്ട് അവൻ കൈക്കൊള്ളുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിൽ ഇതൊരു മണ്ടത്തരമല്ല, ഇതൊക്കെ ആർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു കാര്യം? ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്ത് പരിപാടിയാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മനുഷ്യർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവവചനത്തിൻ്റെ കേൾവിയിൽ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള പ്രതികരണമെങ്കിൽ ഒരുപക്ഷെ നാം ഭയപ്പെടണം. നമ്മളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഉണ്ടാകാനായിട്ടിടയില്ല. കാരണം ദൈവവചനമായിരിക്കുന്ന, ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനം ഭോഷത്വമായിരിക്കുന്നതും ഗ്രഹിക്കാൻ കഴിയാത്തതും തള്ളിക്കളയുന്നതുമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ സ്വാഭാവിക മനുഷ്യരാണ്. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. കാരണം ബുദ്ധിയിൽ, ദൈവവചനത്തെ നമ്മുടെ ബുദ്ധിയിൽ ഇട്ടിട്ട് ദൈവിക പരിപാടികളെ, ദൈവം മനുഷ്യനൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള രക്ഷയെ, അതിൻ്റെ വഴികളെ, അതിൻ്റെ നടപ്പ്, അതിൻ്റെ അന്ത്യം, ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിക്കില്ല. മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ചില മിനിമം കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വരുന്ന കാര്യങ്ങൾ, ഒരു ദൈവമുണ്ട്, ഒരു നിത്യശക്തിയുള്ള, ദിവ്യത്വമുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം. അതുപോലും ചിന്തിക്കാത്ത ആളുകളെക്കുറിച്ച് വചനം പറയുന്നത് അവൻ മൂഢനാണ്, ദൈവമില്ല എന്ന്
മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ അതിനപ്പുറം ഒന്നും, ഒരു ദൈവമുണ്ട് എന്നും നിത്യശക്തിയും ദിവ്യത്വവുമുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിനപ്പുറം വചനത്തിലെ യാതൊരു കാര്യത്തെയും ഒരു സ്വാഭാവിക മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം അത് ബുദ്ധി കൊണ്ട് വിവേചിക്കുന്നതായിട്ടുള്ള കാര്യമല്ല, അത് ആത്മാവ് കൊണ്ട് വിവേചിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് ആത്മീകന്മാർക്ക് ആത്മീകമായത് വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ, കേവലം ഒരു ദൈവമുണ്ട്, നമുക്കറിയാം ധാരാളം ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരൊക്കെ പറയും എന്തോ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് അംഗീകരിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ ബുദ്ധിമാന്മാരാണെന്ന് നമുക്കറിയാം. പക്ഷെ ബുദ്ധിമാന്മാർക്ക് ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം ഒരുപക്ഷെ നീതിമാനാണ് എന്നും ഉള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആത്മീകമായ ആ സുവിശേഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നതല്ല. അത് സാധിക്കണമെങ്കിൽ അങ്ങനെ അവർ മനസ്സിലാക്കി, ഒരു ദൈവമുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട്, അല്ലെങ്കിൽ ആ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, ആ ദൈവത്തിനെ അനുസരിക്കുവാനായിട്ട് ഹൃദയത്തിൽ ഒരു താഴ്മയും മാനസാന്തരവുമുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിലെ അനേകർക്കും അങ്ങനെ ഒന്നും സാധിക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ഒരു ആത്മീകനായിട്ടുള്ള മനുഷ്യന് മാത്രമേ ഒരു വചനം കേൾക്കുമ്പോൾ അതിനെ വിവേചിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കുക. അത് ഒരു കേൾക്കുന്നതായിട്ടുള്ള വചനം, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലേക്ക് ആ വചനത്തെ അപ്ലൈ ചെയ്യണം, അതിനെ പ്രായോഗികവൽക്കരിക്കണം, അത് എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് ആ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അതൊരു ആത്മീകന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രാകൃത മനുഷ്യനെ കുറിച്ച് നാം കണ്ടു, ഒരു ആത്മീക മനുഷ്യനെ കുറിച്ച് നാം കണ്ടു. പിന്നെ ജഡികന്മാരെന്ന് പറയുന്നതായിട്ടുള്ള ഒരു മൂന്നാമത്തെ ഗണത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ കൊരിന്തിലെ സഭയിലെ വിശ്വാസികളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? പൊതുവിൽ കൊരിന്തിലെ സഭയെ എടുത്തു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, അല്ലേ, സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വിളിയാണ്. നിങ്ങളിൽ ഏതാനും പേർ എന്നുള്ള നിലയിലല്ല. നിങ്ങളിൽ ചിലരൊക്കെ ആത്മീയന്മാരാണ്, ചിലർ പ്രാകൃതരാണ്, ചിലർ ജഡികരാണ് എന്നുള്ള തരംതിരിവൊന്നും അവിടെ പൗലോസ് അപ്പോസ്തലൻ വെക്കുന്നില്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ ജഡികന്മാരെന്ന് പറഞ്ഞാൽ അതിന് ഒരു പര്യായം കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് ആ പര്യായം? ക്രിസ്തുവിൽ ശിശുക്കൾ. ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ ജഡികന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ക്രിസ്തുവിൽ ഉള്ള ആളുകൾ തന്നെയാണ്, അതായത് അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സഭയിൽ അംഗത്വമുള്ളവരാണ്, എന്നാൽ അവർ ജഡികന്മാരുമാണ്. അപ്പോൾ ദൈവസഭയിൽ അങ്ങനെ ജഡികന്മാരും അതുപോലെ തന്നെ ദൈവസഭയിൽ ആത്മീകന്മാരും പ്രാകൃതന്മാരും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജഡികന്മാർ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്തുവിൽ ശിശുവായിരിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു ജഡികനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ക്രിസ്തുവിൽ ശിശുവാകാനായിട്ടുള്ള ഒരു സമയം നമുക്ക് എത്ര കാലത്തേക്ക് കിട്ടും? നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ശിശു എന്ന് പറഞ്ഞാൽ എത്ര പ്രായം? ശിശു എന്ന് പറയുന്ന ആ ഗണത്തിൽ എത്ര പേര് വരും? എത്ര പ്രായം വരെ വരും? 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ഒരു 1, 2, 3 വർഷം വരെ ഒരു പക്ഷേ ഒരു ശിശു എന്നുള്ള നിലയിൽ അല്പ ജഡസ്വഭാവങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. എന്നാൽ അതൊരു സാധ്യതയാണ്. എല്ലാ കാലത്തും നമുക്കറിയാം,
നമുക്ക് ജനിക്കുന്നതായിട്ടൊരു കുഞ്ഞ് അവരെല്ലാ കാലത്തും ശിശുവായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ആ കൊച്ചിനുണ്ട് എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അതുപോലെ തന്നെ വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷം ഈ ജഡികന്മാരായിട്ട് 10, 20, 30, 40 വർഷം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കൊച്ചിന് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സാധ്യമല്ല. അങ്ങനെ ഒരു കുഞ്ഞ് വളരാതിരുന്നാൽ നമ്മളെന്ത് ചെയ്യും? ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ ലഭ്യമാക്കി ആ കുഞ്ഞ് വളരുന്നത് നാം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നാം നടത്തും. അപ്പോൾ ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അവർ ജഡികന്മാരാണ്. ജഡികന്മാരെന്നും ക്രിസ്തുവിൽ ശിശുക്കളുമാണ്. 2ാമത്തെ വാക്യത്തിൽ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ശിശുവിന് എന്താ കൊടുക്കുക? 6 മാസം വരെ ശിശുവിന് മറ്റ് യാതൊരു ആഹാരവും കൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആഹാരം കൊടുക്കാനായിട്ട് ഒരു ശിശുവിന് ഇന്നത്തെ സയൻസ് അനുവദിക്കുന്നത്, മെഡിക്കൽ സയൻസ് അനുവദിക്കുന്നത് 6 മാസത്തിന് ശേഷമാണ് സ്വാഭാവികമായിട്ട്. എന്നാൽ അമ്മയുടെ പാല് കുടിക്കാൻ കഴിയാത്തതോ ഒക്കെ ഉള്ള അപൂർവം സാഹചര്യങ്ങളിൽ മറ്റതിനോട് താരതമ്യം ചെയ്യാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഇന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമെന്നുള്ളതല്ലാതെ സ്വാഭാവിക നിലയിൽ ഒരു കുഞ്ഞിന്, ഒരു ശിശുവിന് പാലല്ലാതെ മറ്റൊന്നും കൊടുക്കുവാനായിട്ട് ഈ 6 മാസം വരെ ആരും സമ്മതിക്കാറില്ല. അപ്പോൾ ആത്മീയമായിട്ടൊരു ശിശു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നാം കണക്ക് കൂട്ടിയാൽ രക്ഷിക്കപ്പെട്ട ഒരു 6 മാസം വരെ അങ്ങനെ ഒരു സമയം കാണുമായിരിക്കും. നമ്മൾ 2 വയസ്സ് 3 വയസ്സെന്നൊക്കെ പറഞ്ഞത് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് 6 മാസത്തിലേക്ക് എത്തിക്കാം. 6 മാസം വരെ കട്ടിയായ ആഹാരമൊന്നും കൊടുക്കാതെ പാല് കൊടുത്തൊരു ശിശുവിനെ വളർത്തണം. അപ്പോൾ നാം അങ്ങനെ 6 മാസം പ്രായമായ കുഞ്ഞ് കഴിക്കുന്ന ആഹാരവും കഴിച്ചുകൊണ്ട് ഒരു ആള് 40 വയസ്സിലും 50 വയസ്സിലും 60 വയസ്സിലും 80 വയസ്സിലും 90 വയസ്സിലും ഒക്കെ ജീവിച്ചാൽ നമ്മൾ എന്താ പറയുക? അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലും ദൈവത്തിനോ മനുഷ്യനോ പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെയുള്ള പ്രയോജനമൊന്നും ആർക്കും ഉണ്ടാകുകയില്ല. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. അപ്പോൾ ജഡികന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് പറ്റുകയില്ല? ദൈവത്തിൻ്റെ വചനം കട്ടിയായിട്ടുള്ള ആഹാരം അവർക്ക് പറ്റുകയില്ല. ഈ കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എബ്രായ ലേഖനത്തിൽ നിന്നും 5-ാം അധ്യായത്തിൻ്റെ 5, 6 അധ്യായങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിയായ ആഹാരം ശിശുവിന് പറ്റുകയില്ല. നമ്മൾ ശിശുവിന് ഉണ്ടായ 3 ദിവസമായ കൊച്ചിന് കുറച്ച് ഇറച്ചിയൊക്കെ കൂടെ ബലമായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൊച്ചിനെ എവിടെ കൊണ്ടുപോകേണ്ടി വരും? ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും, ചികിത്സിക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞതുപോലെ ദഹിക്കാതെ കിടക്കുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ജഡികന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ വചനം കേട്ടാൽ അത് ദഹിക്കാതെ അങ്ങ് കിടക്കും. ദഹിക്കാതെ കിടന്നാലുള്ള പ്രശ്നം എന്താ? ധാരാളം പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അവശതകളും ഒക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകും. ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കാത്തൊരവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള അനേകം ആളുകൾക്കും ഈ വചനം കേട്ടിട്ടും ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വചനം കേട്ടാൽ അത് എന്ത് ചെയ്യണം? അത് ദഹിക്കണം. പക്ഷേ ജഡികന്മാർക്ക് അത് ദഹിക്കുകയില്ല. നമുക്കറിയാം, നാം ഒരു ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ദഹിച്ച് അതിനകത്തെ മൂലപദാർത്ഥങ്ങളൊക്കെ വിഘടിപ്പിക്കപ്പെട്ട് അത് കഴിയുമ്പോഴാണ് അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് നമ്മളുടെ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും രക്തത്തിലൂടെ അത് കൊണ്ടുപോയി നമ്മുടെ സെല്ലുകളിൽ, കോശങ്ങളിൽ അതിനെ ബേൺ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഊർജ്ജമായും വിറ്റാമിനുകളായും പ്രോട്ടീനായും ഒക്കെ അതിനെ മാറ്റുന്നത് ശരീരത്തിനകത്ത് നടക്കുന്ന നല്ലൊരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ദൈവവചനം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വചനം കേട്ട് അതവൻ ഗ്രഹിച്ച് അത് അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും അത് വ്യാപരിച്ച് അവനിലൊരു വ്യത്യാസമുണ്ടായി അവനൊരു ആത്മീകനായി തീരണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉറക്കം വരുന്നവർ ഉറങ്ങാതെ മുഖമൊക്കെ ഒന്ന് കഴുകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ശരി, സാധാരണ ഉറക്കം വരുന്നത് എപ്പോഴാണ്? പ്രസംഗം വല്ലാതെ ബോറിങ് പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴാണ് അല്ലേ? അങ്ങനെ ബോറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. അതല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാത്തവർക്കൊക്കെ ആയിരിക്കും ഉറക്കം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ദൈവവചനം കേട്ടാൽ ഒരാൾ ആഹാരം കഴിച്ച് ആഹാരം ദഹിച്ച് അതവൻ്റെ ശരീരത്തിന് പ്രയോജനമായി തീരുന്നത് പോലെ തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മളിൽ ദഹിച്ച്, അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഉള്ള പ്രവർത്തനമല്ലാത്തതുകൊണ്ട് അത് ആത്മാവിലുള്ളൊരു പ്രവർത്തനമായതുകൊണ്ട് അവിടെ ദഹിക്കലല്ല, അവിടെ ഗ്രഹിക്കലാണ്.
ജോസഫൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കേൾക്കുന്നവ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ. അങ്ങനെ ചോദിക്കണം എന്നുള്ള താല്പര്യം ജോസഫനുണ്ട്, അത് ചോദിക്കുന്നതുമാണ്. അപ്പോൾ അത് നമ്മുടെ ആത്മാവിൽ മാത്രമേ അത് ഗ്രഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് ഗ്രഹിക്കണമെങ്കിൽ അതൊരു ജഡികനെ കൊണ്ട് കഴിയുകയില്ല. ജഡികന് പാല് കൊടുത്താൽ മാത്രം, അല്ലേ? ഒരു ജഡികനോട് ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവം സ്നേഹമാണെന്ന് പറയും, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും, ദൈവം കർത്താവ് കാൽവരിയിൽ വന്നു, മരിച്ചു, എൻ്റെ പാപങ്ങൾക്കായിട്ട് മരിച്ചു, പാപമോചനമുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം, ആ ഏറ്റവും പാലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതായ ആളുകൾ, അത് തന്നെയും പിന്നെയും അത് മാത്രം പറയാൻ കഴിയുന്നതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ജഡികന്മാരായിട്ടുള്ള ആളുകൾ. അവർക്ക് വചനം കേട്ട് കഴിഞ്ഞാൽ ആ വചനം, അത് ആത്മാവ് ഉപദേശിക്കുന്ന വചനം ആത്മാവിലേക്ക് എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയ അവിടെ നടക്കുകയില്ല. നടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിലൊക്കെ ഈ ദൈവവചനം കേട്ടിട്ട് അത് ദഹിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്ന ഇപ്രകാരമാണ്, അവർ കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായകൊണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വിഘടിപ്പിക്കപ്പെട്ട്, അത് വൈറ്റമിനുകളും അത് പ്രോട്ടീനും അല്ലെങ്കിൽ അമിനോ ആസിഡുകളും അത് ഷുഗറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കുന്നത്. അങ്ങനെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ശരീരത്തിൽ അത് പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ഊർജ്ജവും ലഭിക്കുന്നത് പോലെ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം അത് ദഹിച്ച്, അല്ലെങ്കിൽ അത് ഗ്രഹിച്ച്, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വർദ്ധിച്ചു വന്നിട്ട് അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനായിട്ട് കഴിയുന്നുവെങ്കിൽ അവർ ആത്മീകരാണ്. കഴിയുന്നില്ല എങ്കിൽ അവർ ജഡികരാണ്. അവരെന്നും ഈ 4, 3, 7 വാക്യം കൊണ്ടിരിക്കും. എന്തൊക്കെയിരിക്കും? ദൈവം സ്നേഹമാണെന്നും, ദൈവം തള്ളിക്കളയില്ല എന്നും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയെന്നും, എൻ്റെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും. അങ്ങനെ പരിഹാരത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ലൗകിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ചില ശിശുക്കൾ, അല്ലേ? ശിശുക്കൾ എന്തുവാ? അവരുടെ ആഗ്രഹങ്ങളും അവരുടെ മോഹങ്ങളും ഒക്കെ എന്തുവാ? ഈ പാലിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പാലിന് വേണ്ടി മോഹിക്കുന്ന, കരയുന്ന ഒരു ശിശുവിനപ്പുറം ഗ്രഹിക്കാനോ അതിനെ വിവേചിക്കുവാനോ, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു നമ്മൾ വായിച്ചു, വിവേചിക്കുവാനോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇതൊരു വിശ്വാസമായി പരിണമിച്ച് രൂപാന്തരമായി മാറേണ്ടത് എന്നുള്ളതും ചിന്തിക്കാനോ ഒരിക്കലും ഒരു ജഡികനായിട്ടുള്ള ആളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ അവിടുത്തെ വിശ്വാസികളെക്കുറിച്ച് പൊതുവിൽ പറയുന്നത്, ഇതിനകത്ത് ആത്മീകന്മാർ ആരുമില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എന്നാൽ പൊതുവിൽ ഒരു സഭയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ജഡികന്മാർ എന്നുള്ള നിലയിലാണ് പറയുന്നത്. പിന്നെ ഈ ജഡികന്മാരാണ് എന്നുള്ളതിന് പൗലോസ് അപ്പോസ്തലൻ രണ്ടാമതൊരു തെളിവ് കൊടുക്കുന്നുണ്ട്. എന്താണ്? അടുത്ത വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പോൾ നമ്മൾ ജഡികരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള രണ്ടാമത്തെ തെളിവ്. ഒന്നാമത്തെ തെളിവ് എന്താണ്? പാല് മാത്രമേ വേണ്ടൂ, നമുക്ക് ആത്മീയമായിട്ടുള്ളത് കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. ശരിയായിട്ടുള്ള വചനം, പക്വതയുള്ള വചനം പഠിക്കുവാനായിട്ടോ അത് മനസ്സിലാക്കുവാനായിട്ടോ അത് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടോ നമ്മൾ അശക്തരാണ്. അപ്പോൾ എന്നാൽ രണ്ടാമത്തെ ജഡികൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഈ ശേഷം മനുഷ്യരെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ പ്രാകൃതർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് ശേഷം മനുഷ്യർ. അതായത് മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെ പോലെയല്ലേ നിങ്ങൾ ഈർഷ്യയും പിണക്കവും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ആത്മീകരാണ്, നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികന്മാരായിട്ടുള്ള മനുഷ്യർ ആരെ പോലെയാണെന്ന് അവിടെ പറയുന്നത്? ശേഷം മനുഷ്യരെ പോലെ. മനസ്സിലായോ? ആ കണക്ഷൻ മനസ്സിലായോ? ജഡികന്മാരായിട്ടുള്ള മനുഷ്യർ ആരെ പോലെയാണ്? ശേഷം മനുഷ്യരെ പോലെ. ശേഷം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യർ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യനും ആത്മീയനായിട്ടുള്ളൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരിൽ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. ഇനി ആത്മാവ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈ ജഡികരെന്ന് പറയുന്ന ആളുകളിൽ ആത്മാവ് ഉണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്, അവർ ക്രിസ്തുവിൽ ഉള്ളവരാണ്, എന്നാൽ ശിശുക്കളാണ്. അപ്പോൾ അവരിൽ ആത്മാവുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ സാധാരണ മനുഷ്യർ അല്ല. ഇവിടെ സാധാരണ മനുഷ്യരെ പോലെ അല്ലേ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ സാധാരണ മനുഷ്യരാണ്,
അല്ലെങ്കിൽ നിങ്ങൾ പ്രാകൃതന്മാരാണ് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് സാധാരണ മനുഷ്യരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ. പോലെ എന്ന് പറഞ്ഞാൽ മലയാളം ഗ്രാമർ പഠിച്ച ആളുകൾക്കറിയാം അല്ലേ? പോലെ എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിനോടൊന്ന് ഉപമിച്ചാൽ ഉപമാലങ്കാരം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ, ഞാനതൊക്കെ മറന്നുപോയി ഇല്ലേ? അച്ചോർക്കുന്നുണ്ടോ? ഇല്ല. സാമ്യപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാകൃത മനുഷ്യനോട് തുല്യനല്ലേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ഒരു പ്രാകൃത മനുഷ്യനാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിനോട് തുല്യരാണ്, അതുപോലെയാണ് അല്ലേ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ മന്നവേന്ദ്രൻ്റെ മുഖം ചന്ദ്രനാണെന്ന് അർത്ഥമില്ല. പക്ഷെ ചന്ദ്രനെ പോലെ ഒരു ശോഭയുണ്ട് എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ജഡികനായിട്ടുള്ളൊരു മനുഷ്യൻ. അതിനോട് സാമ്യമുണ്ട്. ഒരു ആത്മീകനായിട്ടുള്ള മനുഷ്യനോടുള്ള സാമ്യമല്ല, ഒരു ദൈവാത്മാവ്, ഒരു ദൈവപുരുഷനോടുള്ള സാദൃശ്യമല്ല ഉള്ളത്. മറിച്ച് ആ സാദൃശ്യം ആരോടാണ്? അതൊരു പ്രാകൃത മനുഷ്യരോടുള്ള സാദൃശ്യമാണുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഈ ഈർഷ്യയും പിണക്കവും ഉള്ളതിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞത് എന്താണ്? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലോ. അവിടെ പൗലോസിൻ്റെയും അപ്പസ്തോലിൻ്റെയും പക്ഷക്കാർ മാത്രമായിട്ട് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ പക്ഷം തിരിഞ്ഞ് ഈർഷ്യയും പിണക്കവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാരാണ്? അവർ ജഡികന്മാരാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഹൃദയത്തിൽ അങ്ങനെ ഈർഷ്യയും പിണക്കവും ഒക്കെ ആരോടെങ്കിലും നാം വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ്, നാം ജഡികന്മാരാണ്. ജഡികന്മാരാണ് എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ്? നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഈർഷ്യയും പിണക്കവും ഉണ്ടോ? ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ സൂക്ഷിപ്പിൻ അല്ലെങ്കിൽ ശ്രമിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാത്മാവിൻ്റെ ഐക്യമുണ്ട്, അത് സമാധാന ബന്ധത്തിൽ കാപ്പാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. എന്നാൽ ഈർഷ്യയും പിണക്കവുമാണ് എങ്കിൽ ശേഷം മനുഷ്യരെ പോലെ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യരെ പോലെ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള 3 പദങ്ങളുണ്ട്, നമുക്കത് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ജഡികന്മാരല്ലോ, ശേഷം നടക്കുന്നവരെ പോലെയല്ലയോ, സാധാരണ മനുഷ്യരല്ലയോ. നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. ഇതും ഈ പ്രാകൃതന്മാർക്ക് ഉപയോഗിച്ചിരിക്കുന്നതായ മറ്റൊരു വാക്കാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ സാധാരണ മനുഷ്യരാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉള്ളത്. സ്വാഭാവിക മനുഷ്യരാണ് അവർ, ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം? അവർ അസാധാരണമായിട്ടുള്ള മനുഷ്യരായിരിക്കണം അല്ലേ? നിങ്ങൾ സാധാരണ മനുഷ്യനല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ അസാധാരണമായിട്ടുള്ള പ്രത്യേകതകളുള്ള ആളുകളായിരിക്കണം എന്നാണ്. കാരണം ഈ അസാധാരണമായ പ്രത്യേകതകൾ ഉളവാക്കാൻ കഴിയുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ആളുകളാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ഒരു അസാധാരണത്വം അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെയാണോ ജീവിക്കുന്നത്? സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ എന്താ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? സാധാരണ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിയൊക്കെ ചെയ്യുന്നു അല്ലേ, തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു അസാധാരണത്വവും അവരിൽ കാണുന്നില്ല. എന്നാൽ അസാധാരണത്വം ഉള്ളതായിട്ടുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് സാധാരണ മനുഷ്യർക്ക് നിത്യതയെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ദൈവിഷ്ടത്തെക്കുറിച്ചോ ഒന്നും യാതൊരു താല്പര്യങ്ങളില്ല. അവരെല്ലാവരും നിയന്ത്രിക്കപ്പെടുന്നത് അവരവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എന്നുള്ള നിലയിൽ മാത്രമാണ്. എന്നാൽ ഈ അസാധാരണക്കാരായിട്ടുള്ള അല്ലേ, പത്രോസും ശേഷം ശിഷ്യന്മാരും ഒക്കെ എഴുന്നേറ്റ് നിന്ന് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇവരൊക്കെ സാധാരണക്കാരല്ലേ അല്ലേ? ഇവരൊക്കെ സാധാരണക്കാരായിട്ടാണ്. ഈ സാധാരണക്കാരുടെ വായിൽ നിന്നും കേൾക്കുന്നത് അസാധാരണമായ കാര്യമായതുകൊണ്ട് അന്നത് കേൾവിക്കാർക്ക് അത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അമ്മ ഇന്ന ആളല്ലേ, ഇവൻ്റെ സഹോദരന്മാരെയൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇവനെങ്ങനെ ഇത്രയേറെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്? ഒരു അസാധാരണത്വം കർത്താവായ യേശുക്രിസ്തുവിൽ അന്നത്തെ ആളുകൾ കണ്ടു. അപ്പസ്തോലന്മാരിൽ
സാധാരണമായ ഒരു ജീവിതമല്ല, അസാധാരണത്വം അപ്പസ്തോലന്മാരിൽ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മളിലും ഒരു അസാധാരണത്വം കാണാനായിട്ട് ലോകത്തിന് കഴിയണം. അവിടെയാണ് ഒരു വെളിച്ചം നമ്മളിൽ നിന്ന് ഉളവാകുന്നു എന്ന് വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശേഷൻ മനുഷ്യരെ പോലെ നടക്കേണ്ടവരല്ല, നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കേണ്ടവരല്ല. ആത്മീയമായിട്ട് ഉള്ള കാര്യങ്ങളെ വിവേചിക്കുവാൻ കഴിയേണ്ടവരാണ്. ആത്മാവ് നമ്മൾ പകരുന്നതായിട്ടുള്ള ദൈവവചനത്തെ ദഹിപ്പിക്കുവാനും അത് വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുവാനും അത് നമ്മെ സഹായിക്കേണ്ടതാണ്. അതല്ലാതെ ഇന്നും പാൽ മാത്രം കുടിച്ച് ഒരു സ്വാഭാവിക മനുഷ്യനെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു ജഡികനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെ മിനിമത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരാളുകളായിരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ജഡികരായിട്ട് തീർന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അതിൻ്റെ അന്ത്യം ഒരു മരണമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളാണ് ജഡികന്മാര്. അപ്പോൾ അത് ക്രിസ്തുവിൽ തന്നെ അല്ലേ? അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ? അവരിൽ ആത്മാവില്ലേ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാം എന്നാണ് നമ്മുടെ ചിന്ത എങ്കിൽ അങ്ങനെ ഒരു വഴി ബൈബിളിൽ ഇല്ല. അങ്ങനെ ഒരു വഴിയില്ല. അങ്ങനെ ജഡികന്മാരായിട്ട് നാം മുമ്പോട്ട് പോയാൽ അതിൻ്റെ അവസാനം മരണമാണ്. നമുക്കറിയാം, ഒരു ശിശു ഉണ്ടായിട്ട് അതിന് പാൽ മാത്രമേ ഭക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ ആ ശിശു വലിയ ഒരു രോഗിയാണ്. ആ രോഗത്തിൻ്റെ അന്തം എന്ന് പറയുന്നത് ആ ശിശുവിൻ്റെ മരണത്തിലാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു മരണം, ഒരു വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് കഴിയാത്ത, അല്ലെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതും പരിചയമുള്ളതുമായിട്ടുള്ളൊരു വാക്യമാണെങ്കിലും ഒന്നുകൂടി നമുക്കത് വായിക്കാം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. ഈ വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിലാണ് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനം, ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനങ്ങൾ, അത് നമുക്ക് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു തന്ന് അത് വിശ്വാസമായി പരിണമിച്ച് അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനെയാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണം നമ്മൾ പ്രാപിച്ച് അതിൻ്റെ അന്തമാണ് നിത്യജീവൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. എന്തായാലും എനിക്ക് നിത്യജീവനൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിത്യജീവൻ ഇന്ന് ലോകത്തിലെ പൊതുവെ വിശ്വസിക്കപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യം, നിത്യജീവൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ദൈവം കൊടുക്കുന്നതായിട്ടൊരു കാര്യമാണ് എന്നുള്ള ഒരു നിലയിലാണ്. അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. നാം നിത്യജീവന് അവകാശികളാണ്, നിത്യജീവൻ നമുക്ക് ലഭിക്കും, നിത്യജീവൻ നമുക്കുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കെ തന്നെ നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മുടെ നിത്യജീവൻ. ഞാനിങ്ങനെ ഭയപ്പെടുകയായിരുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു നിത്യജീവനെ ദൈവം തന്നിരുന്നുവെങ്കിൽ ആ ജീവൻ ഹോൾഡ് ചെയ്യാൻ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ നാം പാപത്തിൽ വീഴാൻ സാധ്യതയുള്ള ആളായതുകൊണ്ടും ആ പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ടും എന്നിലേക്കൊരു ജീവനെ ദൈവം തന്നിട്ട് എൻ്റെ വിശുദ്ധിയിൽ ആ ജീവനെ ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തികച്ചും ഒരു പരാജയമായി തീരുകയുള്ളൂ. മറിച്ച് കർത്താവിൽ വസിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ ജീവന്, അല്ലെ, സത്യദൈവവും നിത്യജീവനുമായിരിക്കുന്ന, വഴിയും സത്യവും ജീവനും ഞാനായിരിക്കുന്ന ആ കർത്താവിൻ്റെ ജീവനുള്ള പങ്കാളിത്തമാണ് എനിക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കുള്ള ഏക സുരക്ഷിതത്വം. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ജീവൻ തന്നായിരുന്നുവെങ്കിൽ ആ ജീവൻ ഒരിക്കലും എന്നിൽ വസിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. നിത്യജീവനെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ 90% അത് വളരെ വ്യാജമാണ്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് മാത്രമേ വചനം പഠിപ്പിക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള നിത്യജീവൻ എന്നുള്ള കാര്യം വചനം പഠിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് സമയമായി. നമ്മളെന്താ പഠിച്ചേ? നമ്മളെന്താ ചിന്തിച്ചേ? നമുക്കെന്താ മനസ്സിലായത്? നമ്മൾ ജഡിയന്മാരാണെങ്കിൽ ഈ വചനം നമുക്ക് ദഹിക്കില്ല, ഗ്രഹിക്കില്ല. ഇത് ഗ്രഹിച്ചില്ല എങ്കിൽ, ഇത് ദഹിച്ചില്ല എങ്കിൽ നാം വീണ്ടും വീണ്ടും രോഗികളായി തീർന്നുകൊണ്ടേയിരിക്കും. ഇത് ഗ്രഹിച്ചാൽ, ഇത് ദഹിച്ചാൽ ഇത് നമ്മുടെ വിശ്വാസമായി ഇത് പരിണമിക്കും.
വിശ്വാസമായി പരിണമിച്ചാൽ അത് നമുക്ക് ഉപകാരമായി വരും. വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നാം കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങൾ നമുക്ക് ഉപകാരമായിട്ട് വരുന്നില്ല എങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടില്ല. എങ്ങനെയാണ് വചനം വിശ്വാസമായി പരിണമിക്കുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അല്ലേ? നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ട് കഴിയും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇതറിയത്തില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. ദൈവം പറഞ്ഞാൽ അത് വാക്കാണോ? വാക്കാണ്. അതിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചും സംശയമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ടെൻഷനായി തലവേദന എടുത്ത് അല്ലേ, എടുക്കുന്നുണ്ടോ? ആ വചനം വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. സിമ്പിളാ, അല്ലേ? ഇതിന് ഗ്രഹിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്കറിയാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നും നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. ആ വചനം വിശ്വാസമായി പരിണമിച്ച ആള് എനിക്ക് എന്ത് വന്നാലും, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എന്ത് തന്നെ ഈ ലോകത്ത് സംഭവിച്ചാലും, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കോ പിതാവായ ദൈവത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ തന്നെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എനിക്കൊന്നും ഭയപ്പെടാനായിട്ടുള്ള ആവശ്യമില്ല. അതെൻ്റെ വിശ്വാസമാണ്. അതെൻ്റെ കേവലം അറിവല്ല, അതെൻ്റെ ഒരു ഇൻഫർമേഷൻ. എനിക്കറിയാവുന്ന ഒരു വിഷയമല്ല അത്, അല്ല ഒരു വിവരം മാത്രമല്ല, ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, അതെൻ്റെ വിശ്വാസമാണ്. വിശ്വാസമായി പരിണമിച്ചതായിട്ടുള്ള വചനം മാത്രമേ നമുക്ക് ഉപകാരമായിട്ട് വരികയുള്ളൂ. നമ്മൾക്ക് വിശ്വാസികളാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അന്ന് 10, 15, 20, 30, 40 വർഷത്തിന് മുമ്പ് നാം കർത്താവിനെ ഏറ്റുപറഞ്ഞൊന്ന് സ്വീകരിച്ചു, അതിനുശേഷം സഭായോഗത്തിന് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മെക്കുറിച്ച് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്ന ആളുകളും വിശ്വാസികളല്ലേ? അല്ലേ? ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അതാത് പ്രസ്ഥാനങ്ങളിലെ വിശ്വാസികളാണ്. ഒരു വിശ്വാസവും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. അപ്പൊ പിന്നെ നമ്മുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് കിടക്കുന്നത്? ആ വ്യത്യാസം കിടക്കേണ്ടത് അത് നമ്മളിൽ വരുത്തുന്നതായിട്ടുള്ള രൂപാന്തരത്തെയും നമ്മളിൽ വരുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തിലുമൊക്കെയാണ് ആ വ്യത്യാസം കിടക്കേണ്ടത്. എന്നാൽ ഈ വിശ്വാസവും വെച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല വചനം പറയുന്നത്. വചനം പറയുന്നത് എന്താ? നിങ്ങളുടെ വിശ്വാസത്തോട് എന്തൊക്കെ കൂട്ടണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നിമിത്തം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ കൂട്ടുന്നതാണ്. ഇത് ഓരോന്നും നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ ദിനം പ്രതി ദൈവവചന പഠനത്തിലൂടെ നാം കൂട്ടി വരുമ്പോൾ ആ വിശ്വാസത്തിന് നമുക്ക് എന്താണ് പറയുക? ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ഉണ്ടായ വിശ്വാസമല്ല. ഒരു മനുഷ്യൻ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോഴുള്ള വിശ്വാസം മാത്രമാണ് ഇന്നും ഒരുവനിൽ നിലനിൽക്കുന്നതെങ്കിൽ ആ വിശ്വാസം അവൻ്റെ ആത്മീയ ജീവിതത്തിന് തികച്ചും അപര്യാപ്തവുമാണ്. കേവലം ഒരു പാൽ മാത്രം കുടിച്ച് 6 മാസം വരെ വളരുന്നതായിട്ടുള്ള ഒരു ശിശുവിന് തുല്യമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ടോ? ഇത് എന്നുവരെ കൂട്ടണമെന്നാണ് പറയുന്നത്? നമ്മളുടെ ജീവിത അവസാനം വരെ വിശ്വാസത്തോടെ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഭക്തി കൂടി വരണം, ഇന്ദ്രിയ ജയം കൂടി വരണം, ഇന്ദ്രിയങ്ങളുടെ മേലുള്ള നമ്മുടെ ജയം കൂടി വരണം. പിന്നെ എന്തൊക്കെയാ കൂടണം? പരിജ്ഞാനം കൂടണം, വീര്യം കൂടണം, ഉഷാറ് കൂടണം. ഇതെല്ലാം ദിനം പ്രതി നമ്മുടെ വിശ്വാസത്തോട് കൂടി വരണം. അപ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിയുള്ളൊരു വിശ്വാസമായി തീരും.
അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ഭാരവും കാണില്ല, ഒരു പ്രയാസവും കാണില്ല. ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാൽ പോലും നമ്മളെ അത് ബാധിക്കുകയുമില്ല. പലപ്പോഴും നിസാര കാര്യങ്ങളാൽ നമ്മളൊക്കെ ഇടർച്ച വരുന്ന ആളുകളായിട്ട് തീരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് കാരണം നമ്മൾ ശേഷം മനുഷ്യരെ പോലെ, സാധാരണക്കാരെ പോലെ ജഡികന്മാരായി പാല് മാത്രം കുടിച്ച് വളരുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ്. ഇപ്പം നമ്മളെക്കുറിച്ച് നമുക്കൊരു ശരിയായ ഒരു ഫോട്ടോ കിട്ടിയില്ലേ? ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ആരാണ്? എന്നെക്കുറിച്ചല്ല, നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ആരാണ് എന്ന് നമുക്കൊരു പിക്ചർ കിട്ടിയോ? ഇല്ലേ? കിട്ടിയോ? ഒന്ന് ഉറക്കെ പറ, കിട്ടിയോ? നമ്മൾ ആരാണെന്നുള്ളത് കിട്ടിയില്ലേ? ഇത് നാം മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കാം, മാനസാന്തരപ്പെടാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക്